പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് അങ്ങ് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈ ദിവസങ്ങളിൽ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തിലും മാതൃകയിലും വഴിതെറ്റിപ്പോയ മക്കൾക്ക് വേണ്ടി, അങ്ങ് ദാനമായി ഞങ്ങൾക്ക് നൽകിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മോണിക്ക പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അങ്ങയുടെ വലിയ കരുണയാലും ശക്തമായ ഇടപെടലിലാലും അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. വലിയ മാനസാന്തരങ്ങൾ ഞങ്ങളുടെ മക്കളിൽ സംഭവിക്കട്ടെ. പൈശാചിക സ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ട്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം കെണിയിൽപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ എന്ന് ഈശോയെ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുരിശിൽ പാപത്തെ ഏറ്റെടുത്ത് ശാപത്തെ നീക്കി മരണത്തെ പരാജയപ്പെടുത്തി കടങ്ങൾ വീട്ടി സാത്താന്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ, അവകാശങ്ങളെ അവസാനിപ്പിച്ച കുരിശുമരണ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, അങ്ങയുടെ മക്കളായി ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലുമുള്ള എല്ലാ ശക്തികളെയും, പൈശാചിക ശക്തികളെയും അന്ധകാര ശക്തികളെയും നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ ശക്തമായ സംരക്ഷണവും വിടുതലായി, സൗഖ്യമായി, സമാധാനമായി, വിശുദ്ധിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മോണിക്ക പ്രാർത്ഥനയുടെ 4ാമത്തെ ദിവസത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ മക്കള് ഇങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊക്കെ ശക്തമായ കാരണങ്ങളുണ്ട്. ഒത്തിരി ദുശീലങ്ങള്, അടിമത്തങ്ങള്, ബന്ധനങ്ങള് നമ്മുടെ മക്കളെ അടക്കി ഭരിച്ച് കെട്ടിപ്പൂട്ടി ബന്ധിച്ച് വച്ചിരിക്കുന്ന അനേക മേഖലകൾ. അതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ വിടുവിക്കുവാൻ നമുക്ക് സാധിക്കണം. യെശയ്യാ പ്രവാചന പുസ്തകത്തില് 49-ാം അധ്യായത്തിന്റെ 24-ാം വചനം പറയുന്നുണ്ട്, ശക്തനിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടുവിക്കുവാൻ കഴിയുമോ? ശക്തൻ, സ്വേച്ഛാധിപതി, ഇര, അടിമ, അതിൽ നിന്ന് അവരെ വിടുവിക്കാൻ പറ്റുമോ? ചോദ്യമാണ് ദൈവത്തിന്. വീണ്ടും അവിടെ ദൈവം തന്നെ പറയാ, കഴിയും. ശക്തനിൽ നിന്ന് അടിമകളെയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരകളെയും ഞാൻ വിടുവിക്കുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. കർത്താവ് പറയാ, ഞാൻ വിടുവിക്കും, ഞാൻ മോചിപ്പിക്കും, നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കും. നമ്മ ആ വചനം വെച്ചെന്ന് പ്രാർത്ഥിക്കണം. പാപത്തിന്റെ അടിമത്തത്തില്, ദുശീലത്തിന്റെ പിടിയില്, ശക്തന്റെ പിടി, 2 വാക്കുണ്ട്, അടിമ, ഇര. സുഭാഷിത പുസ്തകങ്ങള് 5:28 പറയുന്നുണ്ട്, ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു, സ്വന്തം പാപത്തിന്റെ വലയിൽ അവൻ കുരുങ്ങുന്നു. ഇരയായി പോകുന്ന അവസ്ഥ, ദുഷ്ടന്റെ അടിമത്തം, അവന്റെ പിടി, അവന്റെ ഇരയായി പോകുന്ന മക്കൾ. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അനേക മക്കള് ദുഷ്ടന്റെ പിടിയിൽ അമർന്ന് അവന്റെ അടിമയായി, അവന്റെ ഇരയായിട്ട് ഇന്ന് പല പാപങ്ങളുടെയും പിടിയിൽ അമർന്ന് കഴിയുകയാണ്. ആ മക്കളെ മോചിപ്പിക്കാൻ കഴിയും എന്ന് ദൈവം പറഞ്ഞിട്ട് പറയാം, ഞാൻ വിടുവിക്കും, ഞാൻ മോചിപ്പിക്കും. സർവാധിപനും സർവശക്തനുമായ കർത്താവിന്റെ നമ്മുടെ മക്കളെ കുറിച്ചുള്ള പ്രോമിസാണത്. യെശയ്യാ പ്രവാചന പുസ്തകം 49:24 വചന ശക്തിയാൽ ഇന്ന് നമ്മുടെ മക്കൾ അടിമപ്പെട്ട് കിടക്കുന്ന ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാനും മോചനം പ്രാപിക്കാനും ഒരുത്തന്റെയും ഒരുത്തിയുടെയും ഒരു പിശാചിന്റെയും ഇരയായിട്ട് നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. 2 പത്രോസ് 2:19 പറയുന്നുണ്ട്, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണ് അവൻ. മദ്യത്താൽ തോൽപ്പിക്കപ്പെടുമ്പോൾ മദ്യത്തിന്റെ അടിമ, വ്യഭിചാരത്തിൽ തോൽപ്പിക്കപ്പെടുമ്പോൾ വ്യഭിചാരത്തിന്റെ അടിമ, പിന്നെ ആ അടിമയുടെ ഉടയവനാകുന്ന പിശാച് നമ്മുടെ മക്കളെ ഒരു ഇരയെ പോലെ നശിപ്പിക്കും.
ഇരയെ പോലെ നശിപ്പിക്കും. അവൻ കാർന്നു തിന്നും, അവൻ ഊറ്റിക്കുടിക്കും, അവൻ നശിപ്പിക്കും. ഇതാണ് മക്കളെ സംഭവിക്കുന്ന വലിയ കാര്യം. എന്നുവെച്ചാൽ ഈ അടിമത്തത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ മക്കളൊക്കെ ഒത്തിരി അടിമപ്പെട്ട് നശിച്ചു പോകാൻ കാരണമായ മൊബൈലിന്റെ ഒരു അടിമത്തത്തെ കുറിച്ച് പറയാനും അതിൽ നിന്ന് നമ്മുടെ മക്കളെ വിടുവിക്കാനും വേണ്ടി ഈ വചന ശക്തിയാൽ അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മോണിക്ക പണ്ഡിമതി തന്റെ പ്രിയപ്പെട്ട മകൻ അഗസ്തീനോസിന് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ മകനെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് അങ്ങ് വിടുവിക്കണമേ. അങ്ങയുടെ മകന്റെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എന്റെ മകനെ അങ്ങ് വളർത്തണമേ. പാപത്തിന്റെ ബന്ധനം, പാപത്തിന്റെ പിടി അതിൽ പെട്ടുപോയ പിന്നെ കെട്ടപ്പെട്ട, ബന്ധിക്കപ്പെട്ട, കെണിയിൽപ്പെട്ടുപോയ ഗതികൾ. കെണി വീണ എന്താ പ്രശ്നം? ഒരു ദുഷ്ടം കെണി വയ്ക്കും. ആ കെണി വച്ചാല് ആ കെണിക്കുള്ളില് എന്തൊക്കെയോ ഉണ്ട്. നമുക്കറിയാം, ഒരു എലിയെ പിടിക്കാൻ വേണ്ടി കെണി വയ്ക്കുമ്പോ ആ കെണിക്കുള്ളില് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും വയ്ക്കും. ഒരു തേങ്ങാക്കൊത്തോ ഉണക്കമീനോ എന്തെങ്കിലും, കപ്പയോ എന്തെങ്കിലും വയ്ക്കും. ഇത് കണ്ടിട്ട് ഈ എലി ഈ കൂടിനുള്ളിൽ കയറി ആ വസ്തുവിനെ തൊട്ടുമ്പോ തന്നെ പുറകില് വാതിലടയും. പിന്നെ ആ എലി കെണിപ്പെടും എന്ന് പറഞ്ഞ പോലെ നൈമിഷിക സുഖത്തിന്റെ വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടി പല മക്കളും ചില കെണി കയറി അതൊന്ന് തൊട്ടുള്ളൂ, ആ കെണിപ്പെട്ടു, അതിൽ വീണു, പിന്നെ അതിൽ പെട്ടുകിടക്കുക. ഇനി നമുക്കറിയാം, ആ എലി ആ കെണി പെട്ട് കിടക്കാണ്, അതിന് പിന്നെ പുറത്തു വരാൻ പറ്റില്ല. പിന്നെ അതെന്ത് ചെയ്യും? ആ ഇരയുണ്ടല്ലോ, ആ കെണിക്കുള്ളിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ഇര തിന്ന് ആ കെണിക്കുള്ളിൽ കിടക്കുന്ന പോലെ. നമുക്കറിയാം, തൊട്ടപ്പ വീണ പെട്ടി നേരം എടുത്ത് നമ്മൾ പെട്ടി തേടി ചെല്ലുമ്പോ ആ ഇര ഏകദേശം ആ പെട്ടി കിടക്കുന്ന എലി തിന്ന് തീർത്തിട്ടുണ്ടാകും എന്ന് പറഞ്ഞ പോലെ കെണിപ്പെട്ട് കിടന്ന് ആ കെണിക്കുള്ളിലുള്ള നശിപ്പിക്കുന്ന ആ ഇരയെ കൊണ്ട് ജീവിക്കുന്ന അനേക മക്കള് ഇന്ന് കഴിയുക. ദുഷ്ടം വരും, കെണി വച്ചവൻ വരും, അവൻ പിടിക്കും, അവൻ നശിപ്പിക്കും. നേരം വെളുക്കുമ്പോ ഇതൊന്നും അറിയാതെ ആ കെണി കിടക്കുന്ന മക്കള്, ഈ കെണി കിടക്കുന്ന മക്കളെയാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ മോചിപ്പിക്കും, ഞാൻ വിടുവിക്കും, ഞാൻ രക്ഷിക്കും. അതാണ് ഈശോ പറഞ്ഞ്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം, പാപം നീക്കി, ശാപം നീക്കി, സാത്താന്റെ തല തകർത്ത് ആധിപത്യങ്ങൾ തകർത്തെറിഞ്ഞ യേശുവിന്റെ അതിശക്തമായ കരുണയും ശക്തമായ ഇടപെടലും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ മക്കള് പലതിന്റെയും അടിമത്തത്തിലാണ്. മൊബൈലിന്റെ അടിമത്തം എവിടെ നോക്കിയാൽ നമുക്കറിയാം. നമ്മുടെ മക്കളെയും മൊബൈൽ പിടിച്ചിരിക്കുക. അച്ഛൻ അതിനെ കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നു. ഈ മൊബൈലിൽ വന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഗെയിമുകള്, ചില സിനിമകള്, മ്ലേച്ഛമായ സിനിമകള്, ഇതിന്റെയൊക്കെ പിന്നില് ഒരു ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഡാർക്ക് വെബ് എന്ന് പറയും. നമ്മൾ കാണുന്നത് ഇതിന്റെ പുറത്തുള്ള കാര്യമാണ്. ഈ വസ്തുവിന്റെ, ഈ ഗെയിമിന്റെ, ഈ സിനിമയുടെ പിന്നിൽ നമ്മൾ കാണാത്ത അന്ധകാരത്തിൽ വസിക്കുന്ന ഒരു മേഖലയുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ നോമ്പ് കാലത്ത് UK ധ്യാനിപ്പിക്കാൻ പോയപ്പോ ഒരു വലിയ IT-യുടെ ഒരു വലിയൊരു ഉന്നതനായ മനുഷ്യനുമായിട്ട് പരിചയപ്പെട്ടു. അതേ പറയാണ്, ഈ ഗെയിമുകളും പൈശാചികമായ സിനിമകളും ഒത്തിരിയേറെ ദൈവ പ്രമാണ ലംഘനത്തിന്റെ, നിഷിദ്ധമായ വചനത്തിന്റെ ലംഘനങ്ങളൊക്കെ ചെയ്യുന്ന മൂവീസ്, പടങ്ങള്, റീലുകള്, അല്ലെങ്കിൽ ഗെയിമുകള്, അതുപോലെ ചില ആരാധനകൾ, പിശാചിനെ ആരാധിക്കുന്നത് പോലും ഒക്കെ നമുക്കറിയാം. ഈ ബ്ലാക്ക് മാസും ഒക്കെ, ഇതൊക്കെ ചെയ്യുന്നത് ഈ പിശാചിനെ ആരാധിക്കുന്ന വർഗമാണ്. ഗെയിമുകളൊക്കെ കൊല്ലുന്ന, ഫൈറ്റിംഗ്, വെടിവെച്ചിടുന്ന, നശിപ്പിക്കുന്ന അങ്ങനെയുള്ള ഗെയിമുകളാണ്. ഇതിൽ പെട്ടെന്ന് മക്കള് വീണു പോകാനുള്ള കാരണം കേട്ടോ, ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ എഗ്രി ചെയ്യണം. പെട്ടെന്നൊന്ന് കയറി ഇങ്ങനെയുള്ള ആപ്പുകളും ഇങ്ങനെയുള്ള ഗെയിമുകളും ഡൗൺലോഡ് ചെയ്ത് ചെയ്യാനും കളിക്കാനും കാണാനൊന്നും പറ്റത്തില്ല. ചില സിനിമകൾ പോലും അങ്ങനെയാണ്. അങ്ങനെ അഡൾട്ട്സ് ഒള്ളിക്കണ്ടേ, അതിന് എഗ്രിമെന്റുകൾ. ഈ എഗ്രിമെന്റ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ എഗ്രി എന്ന് പറയും, എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആരും, നമ്മുടെ മക്കൾ ആരും വായിക്കാൻ പോകുന്നില്ല. എന്തിനാണ് ഈ എഗ്രി അനുമതി കൊടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ
ബാങ്ക് മാനേജർ കുറെ പേപ്പറുകൾ ഇങ്ങനെ ഒപ്പിടാൻ പറയും. അതിൽ കുറെ കാര്യം എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ അക്ഷരത്തില്. നമ്മൾ ആരെങ്കിലും വായിച്ചിട്ടാണോ ഈ ഒപ്പ് വയ്ക്കണേ? ബാങ്ക് മാനേജർ പറഞ്ഞു ലോൺ കിട്ടണം, ആ ലോൺ കിട്ടാൻ വേണ്ടി ഈ ഒപ്പ് വയ്ക്കും. അതില് നമ്മുടെ എന്താ പറയാ അവസാനത്തെ ചില്ലിക്കാശ് വരെ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ തിരിച്ചു പിടിക്കാനുള്ള ഒരു എഗ്രിമെന്റുകൾ അവിടെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ അനുമതി കൊടുത്തിട്ടാണ് ഈ പേപ്പറിൽ ഒപ്പുവെക്കുന്നത്. അടച്ചില്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞ പോലെ ഈ ഗെയിം നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇവന്മാരി പിശാചിനെ ആരാധിക്കുന്ന പിശാചിന്റെ വർഗം കുറെ എഗ്രിമെന്റ് വെക്കും. എന്നറിയോ, ഇവൻ പിശാചിന്റെ അടിമയാണ്, ഇവനുമായിട്ട് ബന്ധം ഒത്തിരി കാര്യങ്ങൾ, ഇവന്റെ ജീവിതം, ഇവന്റെ സ്വഭാവം, ഇവന്റെ സമ്പത്ത്, ഇവന്റെ ശരീരം, ഇതൊക്കെ പിശാചിന്റെയാണ്. അങ്ങനെ ഈ പിശാചുമായിട്ട് ബന്ധപ്പെട്ട കുറെ എഗ്രിമെന്റുകൾ സൈൻ ചെയ്ത് അവസാനം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോ ഈ ആപ്പ് അല്ലെങ്കിൽ ഗെയിം, സിനിമ ഡൗൺലോഡ് ചെയ്യാനും കാണാനും കളിക്കാനും പറ്റും. അതിനോടകം പിശാചുമായിട്ട് അവനൊരു എഗ്രിമെന്റ് ചെയ്തു, ഞാൻ പിശാചിന്റെയാണ്, ഒരു ഉടമ്പടി ചെയ്തു. അത് മാത്രമല്ല, ഈ പിശാചിനെ ആരാധിക്കുന്നവര് ലോകത്തിന് നാനാഭാഗത്തിരുന്ന് പിശാചിനെ ആരാധിക്കും, പൂജിക്കും, അവന്റെ ശക്തി പ്രകടമാക്കുന്ന പ്രവർത്തികൾ ചെയ്യും. ഒത്തിരിയേറെ ക്രൂരമായ പ്രവർത്തികൾ ചെയ്യും പിശാചിനെ ആരാധിക്കുന്ന. അങ്ങനെ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ ഇഫക്റ്റ്, ഫലം ഈ എഗ്രിമെന്റ് ചെയ്ത ഓരോ മക്കളിലേക്കും അറിയാതെ തന്നെ കടന്നു വരുന്നു. ഈ എഗ്രിമെന്റ്, ഈ ഉടമ്പടി നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ മക്കള് പിശാചിന്റെ അടിമയാണ്, പിശാചിന്റെ ഇരയാണ്. അതുകൊണ്ട് തന്നെ നോക്കിയേ, ഈ മൊബൈലിന് എന്ത് കിട്ടിയിട്ട് ഈ പിള്ളേർ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കുത്തിയിരിക്കണേ? ഈ എഗ്രിമെന്റുകൾ പിശാചുമായിട്ട് ഉടമ്പടി ചെയ്ത് അവന്റെ അവകാശമായിട്ട് മാറി, അവന്റെ സ്വന്തമായിട്ട് മാറി, അവനാൽ കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ആ കെടിക്കെടുക്കുക. അറിയാതെ കൈ ഈ മൊബൈലിലേക്ക് പോകും, ഈ കാഴ്ചകളിലേക്ക് പോകും. നമുക്കറിയാം എന്താണോ കാണുന്നത്, ഏത് ഫീൽഡാണോ ആ വീഡിയോസ് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനുസരിച്ച് നമ്മുടെ ബുദ്ധി റീഡ് ചെയ്തുകൊണ്ട്, ആഗ്രഹം, നമ്മുടെ ഇഷ്ടങ്ങൾ റീഡ് ചെയ്തുകൊണ്ട് അതിന് പറ്റിയ വീഡിയോസ് ഈ പിശാചിനെ ആരാധിക്കുന്നവര് ഇട്ടുകൊണ്ടിരിക്കും. അതും ഇതും എല്ലാം കൂടി വരുമ്പോ ഈ മൊബൈലിന്റെ പിടിയിൽ അമർന്ന് രക്ഷപ്പെടാൻ പറ്റാ. ഇനി മൊബൈൽ നോക്കിക്കോ, എല്ലാം തന്നെ പൈശാചികമായി. റീലുകള്, സിനിമകള്, ഗെയിമുകള്, ഒത്തിരിയേറെ കാര്യങ്ങള് എല്ലായിടത്തും നോക്കിക്കോ. പിശാച് ദൈവാത്മാവിന്റെ വിശുദ്ധിയുടെ ഒന്നുമല്ല, അതിലൊന്നും വളരെ ചുരുക്കം. ഇപ്പൊ ഞാൻ പറയും, നിങ്ങളിപ്പോ മോണിക്ക പ്രേയർ പങ്കെടുക്കുന്നുണ്ട്, നിങ്ങൾ എഗ്രി ചെയ്തേക്കാണ് എന്ത്? ഈ മോണിക്ക പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ശക്തി വിളിച്ചിറക്കി എന്റെ മക്കളെ അനുഗ്രഹിക്കാനും വിടുവിക്കാനും ഒരു തീരുമാനമെടുത്ത് അതിന് എഗ്രി ചെയ്തേക്ക. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ദൈവത്തിന്റെ വലിയ ശക്തി നമ്മിലേക്ക് വരും. ഇതുപോലെ നമ്മൾ എന്ത് കാണുമ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് ഒരു അനുമതി കൊടുക്കുക. ബ്ലൂ ഫിലിം കാണുമ്പോ, പൈശാചിക ഗെയിം കാണുമ്പോ, പൈശാചിക ഗെയിം കളിക്കുമ്പോ ഇതിനൊക്കെ പിന്നിൽ വക്താക്കളുണ്ട്. ഈ ശുശ്രൂഷ അച്ഛൻ പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട് ദൈവത്തിന്റെ ശുശ്രൂഷ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആ അഭിഷേകത്തിന്റെ അതിനുവേണ്ടി ബലിയർപ്പിച്ച് അതിനുവേണ്ടി ത്യാഗം ചെയ്ത് വചനം പങ്കുവെക്കുമ്പോ ഈ ശക്തി നമ്മിലും നമ്മുടെ മക്കളും വ്യാപരിക്കും. അതുപോലെ തന്നെ ഈ പ്രവൃത്തി ആരാണോ ചെയ്യണേ, ഈ വെബ്സൈറ്റ്, ഈ ആപ്പ്, ഈ ഗെയിം, ഈ സിനിമ ആരാ ചെയ്യണേ? പരിശുദ്ധാത്മാവിന് നയിക്കപ്പെടുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവിന് സ്വാധീനം വരും, ശക്തി വരും. ഇതൊക്കെ ചെയ്യുന്നത് പിശാചിനെ ആരാധിക്കുന്നവർ. അപ്പൊ ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ, ഈ മൊബൈലിന്റെ പിടിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അബോധ മനസ്സുകൊണ്ടും ഒക്കെ നമ്മൾ ഇതിന്റെ അടിമത്തത്തിലേക്ക് പോകാനുള്ള കാരണം ഇതിന്റെ പിന്നിൽ പൈശാചികമായ ഭയങ്കര ഒരു ഉടമ്പടിയും ഒരു ബന്ധവും ഒരു സമർപ്പണവും വിടിവിക്കണം. നമ്മൾ ആരാധനയില്, ഇന്നത്തെ പ്രാർത്ഥനയില് നമ്മുടെ മക്കളെ, നമ്മുടെയും ചില മാതാപിതാക്കളുണ്ട് ഈ പിശാചിനെ പിടിപെട്ട് കിടക്കുക. ഈ റീലുകള്, ഈ മൊബൈല്, ഇപ്പൊ നമ്മൾ പോലും ചെന്ന് കണ്ടുകൊണ്ടിരുന്ന് അടിമപ്പെട്ടു പോവാ. ഇതിന്റെ പിന്നിലുള്ള ദുരാത്മ ശക്തി, പൈശാചിക ശക്തി നമ്മെ അടിമപ്പെടുന്നു. അതുകൊണ്ട് അതിലൂടെ ഇന്ന് നമ്മുടെ മക്കള് നശിച്ചതിന്റെ കണക്ക് പറയാനില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ,
നമുക്കിന്ന് ഈ അടിമത്തത്തില്, ഈ പൈശാചിക ഉടമ്പടിക്കും ബന്ധനത്തിനും അടിമപ്പെട്ട് ആ ഉടമ്പടികളെ നമുക്ക് തകർക്കണം. രക്ഷിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ മോചിപ്പിക്കും, ഞാൻ രക്ഷിക്കും. ഈ അടിമത്തത്തിൽ നിന്ന് ഇരയായിപ്പോയി, മൊബൈലിന്റെ ഇരയായിപ്പോയ മക്കള്, ഗെയിമുകളുടെ ഇരയായിപ്പോയ മക്കള്, ചില സിനിമകളുടെ ഇരയായിപ്പോയ മക്കള്, ചില ദുശ്ശീലങ്ങളുടെ ഇരയായിപ്പോയ മക്കള്, അതിലൂടെ തെറ്റായ പ്രവൃത്തികൾക്ക്, പാപങ്ങൾക്ക് ഇരയായിപ്പോയ മക്കള്, അടിമത്തത്തിൽ കഴിയുന്ന മക്കളെ മോചിപ്പിക്കാൻ അതാ മോണിക്ക പുണ്യവതി പ്രാർത്ഥിച്ച്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എന്റെ കുഞ്ഞിനെ വിടുവിച്ച് അങ്ങയുടെ മകന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ ഈശോ. ഈ പാപത്തിന്റെ ശക്തിയെ, ഈ പിശാചിന്റെ ആധിപത്യങ്ങളെ, ഈ പിശാചിന്റെ അവകാശങ്ങളെ, അധികാരങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ടാണ് കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. ദൈവത്തിന്റെ കരുണ ഇന്ന് ദിവ്യകാല സന്നദ്ധിയിൽ ഈ ഒരു ഡെലിവറൻസിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മക്കൾ ചെയ്ത ഉടമ്പടികൾ, എഗ്രിമെന്റുകൾ ഒക്കെ നമുക്കിന്ന് ബ്രേക്ക് ചെയ്യാം. അപ്പന്റെ അധികാരത്തില്, അമ്മയുടെ അധികാരത്തില്, ആ മക്കളുടെ പ്രിയപ്പെട്ട അച്ഛന്റെ അധികാരത്തില്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രൈസ്തവ അധികാരത്തില്, യേശുവിന്റെ കുരിശുവിന്റെ ശക്തിയാൽ നമ്മൾ മക്കൾ ചെയ്ത എഗ്രിമെന്റുകളെ ബ്രേക്ക് ചെയ്ത് പിശാചിനെ പിടിയിൽ നിന്ന്, ശക്തനിൽ നിന്ന് ആ ഇരകളായി പോയ മക്കളെ മോചിപ്പിക്കണം. സ്വേച്ഛാധിപതി അവന്റെ അടിമത്തം അതിൽ നിന്ന് മോചിപ്പിക്കണം. അത് നമ്മൾ ചെയ്യണം. മക്കളെ അവര് പോയി, നമുക്കറിയാം, കെണിപ്പെട്ട പിന്നെ ആ കെണി തുറന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ മറ്റൊരാളുടെ സഹായം കൂടിയേ തീരൂ. സത്യം പറയട്ടെ, നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹായം കൂടാതെ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ദുഷ്ടം വച്ച കെണിയിൽ നമ്മുടെ മക്കൾ പെട്ടുപോയി, വീണുപോയി. കെണിപ്പെട്ട എലിക്ക് രക്ഷിക്കാൻ പറ്റോ എന്ന് പറഞ്ഞ പോലെ ഇനി നമുക്കല്ലാതെ, അതും മക്കളുടെ അപ്പനും അമ്മയും അല്ലാണ്ട് ആരാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? അതുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങൾക്കാണ് ആ മക്കൾക്ക് നിസ്സഹായതയാ, ആഗ്രഹം കൊണ്ട് രക്ഷപ്പെടണമെന്ന് കെണിയുന്നത്, പറ്റണില്ല, സഹായിക്കണം. അതിനാരുള്ളൂ? അപ്പൻ, അമ്മ, നമ്മൾ. സങ്കടത്തോടെ പറയട്ടെ, ഒത്തിരി മക്കള് ഈ കെണിപ്പെട്ടത് അച്ഛൻ കണ്ടിട്ടുണ്ട്. അനേകം മക്കളെ മോചിപ്പിച്ചിട്ടുണ്ട്. നമുക്കും ആ ഒരു ദൗത്യം ഏറ്റെടുക്കാമെന്ന് ആരാധനയിൽ ഈ വചനം യെശയ്യാ 49:24 വചന ശക്തിയാൽ ശക്തനിൽ നിന്ന് ഇരയെയും സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയും മോചിപ്പിക്കുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്തു പറഞ്ഞ കർത്താവിന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചുകൊണ്ട് കുരിശിൽ എല്ലാ തിന്മയെയും തകർത്തെറിഞ്ഞ് നമ്മെ മോചിപ്പിച്ച യേശുവിന്റെ ദൈവത്തിന്റെ കരുണ നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ നമുക്ക് നൽകപ്പെട്ട ഈ കാരുണ്യം നമുക്ക് യാചിച്ചു പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി, അതോടൊപ്പം മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ആ കെണിയിൽ നിന്ന് നമുക്ക് തുറന്ന് മോചിപ്പിക്കാൻ സാധിക്കട്ടെ. അതിന് കർത്താവിന്റെ വചന ശക്തിയാൽ ദിവ്യകാല സന്നദ്ധിയില് എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദിവസങ്ങളിൽ കുമ്പസാരിച്ച് നന്നായിട്ട് ഒരുങ്ങണം കേട്ടോ. നമ്മള് ഇനി വിടുതൽ പ്രാർത്ഥനകളും ബഹിഷ്കരണ പ്രാർത്ഥനകളും ശാപമോചനത്തിന്റെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കും. ഇനി നമ്മളിനി നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ പല മേഖലകളുണ്ട്. ഈ മക്കൾ ഇങ്ങനെ ആയിപ്പോയതിന് പിന്നിലൊക്കെ നമ്മുടെ പാരമ്പര്യം, കുടുംബവിട്ടം, നമ്മളൊക്കെ തെറ്റുകൾ ഏറെയുണ്ട്. അതിലൊക്കെ നമ്മൾ വരാൻ പോകും. അതുകൊണ്ട് എല്ലാവരും തന്നെ നന്നായിട്ട് കുമ്പസാരിച്ച്, സാധിക്കുന്ന എല്ലാ മക്കളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത്, കന്നക്കൊന്തയെ കച്ച പറഞ്ഞ് കന്നക്കൊന്ത ജപമാലയും എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ച് നല്ല വിശുദ്ധിയോടെ നമ്മൾ പിശാചിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മക്കളെ മോചിപ്പിക്കണം, വിടുവിക്കണം. കർത്താവിന്റെ വലിയ ആ രക്ഷാകര പ്രവൃത്തി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നേടിയെടുക്കണം. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആരാധനയിലേക്ക്, കർത്താവിന്റെ കരുണയിലേക്ക്, ഈ വിമോചനത്തിന്റെ ശക്തി നമ്മുടെ മക്കളിലേക്ക് പ്രവഹിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ നമ്മുടെ മക്കളിൽ ഇടപെടട്ടെ. ആമേൻ. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ
ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഈ ദിവസം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും നൽകുവാൻ വേണ്ടിയാണല്ലോ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ അടിമത്തത്തിൽ നിന്നും, എല്ലാ ബന്ധനത്തിൽ നിന്നും, എല്ലാ പൈശാചിക പീഡയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന, ഞങ്ങളുടെ കൂടെ വസിക്കുന്ന, ഞങ്ങളെ രക്ഷിക്കുന്ന സർവശക്തനായ കർത്താവേ, ദിവ്യകാരുണ്യ ഈശോയെ, വലിയ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, എല്ലാ സ്വാതന്ത്ര്യവും നൽകി, രക്ഷ നൽകി, ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുക്കുന്ന അങ്ങയുടെ വലിയ കരുണയിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, ഞങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടിയും അങ്ങ് വന്നിരിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത്, കരുണയെ ഓർത്ത് ഈശോ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, 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 മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ദിവ്യകാരുണ്യ ഈശോയെ, പല പല അടിമത്തങ്ങളില്, ബന്ധനങ്ങളില്, കെണികളിൽ കുടുങ്ങിപ്പോയി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം വേദനിക്കുന്ന ഞങ്ങളെല്ലാ മക്കളെയും അങ്ങയെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കണ്ടു, കേട്ടു, മനസ്സിലാക്കി പല പല പൈശാചികമായ കെണികള്, പല പല പാപത്തിന്റെ അടിമത്തങ്ങള്, ദുഷ്ടന്റെ പിടി, സ്വേച്ഛാധിപതിയുടെ ഇരയായി പോയ നമ്മുടെ മക്കള്, ഈശോയുടെ തിരുസന്നിധിയിലേക്ക് എല്ലാ മക്കളെയും ഈ സമയം സമർപ്പിക്കും. മദ്യപാനത്തിന്റെ, ജഡിക പാപത്തിന്റെ, ലഹരിയുടെ പിടിയിൽ അമർന്നു പോയ മക്കള്, മൊബൈലിന്റെ പിടിയിൽ അമർന്നു പോയ മക്കള്, ഇന്ന് നശിച്ച് വീട്ടിൽ പോലും കയറാതെ ജയിലിലും കൂട്ടുകെട്ടിലും പാപത്തിലും മയക്കുമരുന്നിലും എല്ലാം അടിമപ്പെട്ട് ആ കെണിയില് ഇരയായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കും. ഈശോയെ, അങ്ങല്ലേ പറഞ്ഞ് ശക്തനിൽ നിന്ന് ഇരയെയും സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയും മോചിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയും അതിന് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞില്ലേ, ശക്തനിൽ നിന്ന് അടിമകളെയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെയും ഞാൻ മോചിപ്പിക്കുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങയുടെ വാഗ്ദാന പ്രകാരം അങ്ങയുടെ മക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾ അടിമകളായി പോയിരിക്കുന്ന മേഖല, ഇരകളായി പോയിരിക്കുന്ന മേഖല, പിശാചിനോട് എഗ്രിമെന്റ് ചെയ്ത്, പിശാചുമായിട്ട് ഉടമ്പടി ചെയ്ത്, പല പല മൊബൈല് ഗെയിമുകള്, മൊബൈല് ആപ്പുകള്, മൊബൈല് കാഴ്ചകള്, സിനിമകള്, ബന്ധിക്കപ്പെട്ട എല്ലാ എഗ്രിമെന്റുകളെയും ആ മക്കളുടെ അപ്പന്റെ അധികാരത്തില്, അമ്മയുടെ അധികാരത്തില്, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയില്, അങ്ങയുടെ കുരിശുപാന്റെ ശക്തിയില് ആ എഗ്രിമെന്റുകളെ ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു, തകർക്കുന്നു. സോയെ, അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. എഗ്രിമെന്റുകൾ നിർവീര്യമാകട്ടെ, എഗ്രിമെന്റുകൾ അസാധുവാകട്ടെ, അതിലൂടെ വന്ന ബന്ധങ്ങൾ, ആധിപത്യങ്ങൾ, സാത്താന്റെ അധികാരം, സാത്താന്റെ അവകാശങ്ങൾ യേശുവേ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കളെ വിടുവിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ വചന ശക്തി ഞങ്ങളുടെ മക്കളിൽ വ്യാപരിക്കട്ടെ കർത്താവേ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, സാത്താന്റെ ആധിപത്യങ്ങൾ അവസാനിക്കട്ടെ. സാത്താന്റെ ഞങ്ങളുടെ മക്കളുടെ മേലുള്ള അധികാരങ്ങളും അവകാശങ്ങളും ശക്തികളും അവസാനിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അറിഞ്ഞോ, പല മക്കൾക്കും അറിയത്തില്ല ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്, അറിയാതെ എഗ്രി ചെയ്തു, അനുമതി കൊടുത്തു. അതിലൂടെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ മക്കൾ സാധാരണമായി ചെയ്ത എല്ലാ ഉടമ്പടികളെയും എല്ലാ എഗ്രിമെന്റുകളെയും യേശുവേ ഞങ്ങൾ ഇപ്പോൾ നിർവീര്യമാക്കുന്നു, അതിനെ അസാധുവാക്കുന്നു, അതിനെ പൊളിച്ചെഴുതുന്നു. അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ കുരിശുമരണ ശക്തിയാൽ പാപത്തെ നീക്കിയ, ശാപത്തെ നീക്കിയ, മരണത്തെ പരാജയപ്പെടുത്തിയ സാത്താന്റെ ആധിപത്യങ്ങളെയും അവകാശങ്ങളെയും അവസാനിപ്പിച്ച അങ്ങയുടെ കുരിശുമരണ ശക്തിയാൽ, ഈ ദിവ്യ കാരുണ്യ ശക്തിയാൽ ഞങ്ങൾ അതിനെയൊക്കെ നിർവീര്യമാക്കുന്നു, ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു, വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു, അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ഈശോയെ, ഞങ്ങളുടെ മക്കൾ പെട്ടുകിടക്കുന്ന കെണി, സാത്താന്റെ കോട്ടകൾ, അവന്റെ ആധിപത്യങ്ങൾ, അവന്റെ അവകാശങ്ങൾ, അതിലൂടെ ബന്ധിക്കപ്പെട്ട് അടിമപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ മക്കൾ, മൊബൈലിനാൽ ബന്ധിക്കപ്പെട്ട മക്കൾ, ഗെയിമുകളിൽ ബന്ധിക്കപ്പെട്ട മക്കൾ, അതിനൊക്കെ ഇരയായി പോയ മക്കള്, കർത്താവേ, മയക്കുമരുന്നിന്റെ, മദ്യത്തിന്റെ, ലഹരിയുടെ അടിമകളായി പോയ മക്കള്, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ദുഷ്ടൻ വച്ച കെണിയിൽപ്പെട്ട് കർത്താവെ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം കെണിക്കിടക്കുന്ന ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ വചനപ്രകാരം അങ്ങ് മോചിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? അങ്ങേക്കല്ലാതെ ഈ കെണി തകർക്കാൻ, ഈ കെണി പൊളിക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷിക്തന്റെയും അപ്പന്റെയും അമ്മയുടെയും സഹോദരന്റെയും സഹോദരിയുടെയും ആ അധികാരത്തോടെ, ശക്തിയോടെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾ കിടക്കുന്ന കെണിയുടെ വാതിലുകളെ തുറക്കുന്നു, കെട്ടുകളെ പൊട്ടിക്കുന്നു, ബന്ധനങ്ങളെ തകർക്കുന്നു, സാത്താനെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ആ വലിയ അഭിഷേകത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. യേശുവേ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഇപ്പോൾ ശക്തി പുറപ്പെടട്ടെ. പിശാചിനെ ബഹിഷ്കരിച്ച ശക്തി ഈശോയെ, അനേകം മക്കളിൽ നിന്ന് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു, പിശാചികളെ പുറത്താക്കി, അനേക മക്കളെ അങ്ങ് വിടുവിച്ചു. ആ വലിയ ശക്തിയാൽ ഞങ്ങളുടെ മക്കളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന, കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുന്ന, ബന്ധിച്ചു വെച്ചിരിക്കുന്ന സാത്താനെ ഞങ്ങളുടെ മക്കളിൽ നിന്ന് അങ്ങ് പുറത്താക്കിക്കൊണ്ട് അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. അതിനായി ഈശോയെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി ഇപ്പോൾ പുറപ്പെടട്ടെ. അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ മക്കൾ എവിടെയൊക്കെയാണോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ലഹരിയിലാണോ, മദ്യത്തിലാണോ, കൂട്ടുകെട്ടിലാണോ, ബാറിലാണോ, ഏത് ദേശത്താണോ എന്ന് പോലും അറിയത്തില്ല. പല മക്കളും പറഞ്ഞു, മക്കൾ വഴി വിട്ടുപോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, മാസങ്ങളായി, വർഷങ്ങളായി, എവിടെയോന്ന് പോലും അറിയത്തില്ല. യേശുവേ, ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ മക്കൾ എവിടെയാണ്, രാത്രി വൈകി വരും, ഒന്നും അറിയില്ല. ഈശോയെ, അങ്ങേക്ക് അറിയാലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ മക്കൾ എവിടെയാണോ അവിടേക്ക് ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ ഈ ശക്തി, ഈ വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ശക്തി പുറപ്പെടട്ടെ, ശക്തി നിറയട്ടെ. കരമുയർത്തി അകത്തോടെ ചങ്കുപൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച മക്കളെ യേശുവിന്റെ ശക്തി ഇതാ പുറപ്പെടുന്നു. മക്കളിലേക്ക്, അവരുടെ അടിമത്തത്തിലേക്ക്, അവിടെ കിടക്കുന്ന കെണിയിലേക്ക് ദൈവത്തിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, ദിവ്യകാരുണ്യ ശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മഹത്വം. വിടുതൽ പ്രാപിക്കട്ടെ, വിമോചനം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ.
ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ സ്നേഹം അനുഭവിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങേ അനുഭവിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ സ്വാതന്ത്ര്യം, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. വ്യക്തിപരമായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ കിടക്കുന്ന എല്ലാ കെണിയിൽ നിന്നും അവസ്ഥകളൊക്കെ നിങ്ങൾക്കറിയാലോ. മക്കളെ കേട്ട വചനം അനുസരിച്ച് കർത്താവിന്റെ ശക്തി ആ മേഖലകളിൽ നിറയപ്പെടാൻ വേണ്ടി ഒരു നിമിഷം നിശബ്ദമായിട്ട് മക്കൾക്ക് വേണ്ടി വ്യക്തിപരമായി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ഇതുപോലെ വേദനിക്കുന്ന അനേകം മക്കളുടെ മാതാപിതാക്കളുടെ കൂട്ടായ്മയാണ് മക്കളെ ഈ കൂട്ടായ്മ. എല്ലാവരും ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിക്കും. എല്ലാ മക്കളും മോചനം പ്രാപിക്കട്ടെ. സ്വന്തമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ ആശീർവദിക്കുകയാണ്. ഈ ആശീർവാദത്തിന്റെ സമയത്ത് കർത്താവ് കരമുയർത്തി ചങ്ക് തുറന്ന് നമ്മെ ആശീർവദിക്കുമ്പോൾ ഈ ശക്തി നമ്മുടെ മക്കളിലേക്ക് അവിടുന്ന് പ്രവഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക്, ഈ വലിയ വിമോചനത്തിലേക്ക്, ഈ വിടുതലിലേക്ക് ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും, ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ തിരുഹൃദയത്തിന് ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി യോസേഫ് പിതാവിന്റെ സാന്നിധ്യത്തില് വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെയും മധ്യസ്ഥത്തില് എല്ലാ വിശുദ്ധരോടും മാലാഖമാരോട് ചേർന്ന് ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ വലിയ കൂട്ടായ്മയെ, ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ആമേൻ.